അത്തം പിറന്നു. ഇനി തിരുവോണത്തിനായി 10 നാൾ. പൂക്കളമിട്ടും ഓണത്തിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഗ്രഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളുടെ കാലം കൂടിയാണിത്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്നത്തം. ഇനിയുള്ള 10 നാൾ മലയാളിയുടെ മനസ്സിലും വീടുകളിലും പൂവിളിയുടെ ആരവമുയരുകയാണ്. അത്തം പിറന്നാൽ പിന്നെ ഓരോ ദിവസവും തിരുവോണത്തിനുള്ള കാത്തിരിപ്പിലാണ്. ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ കാലം കൂടിയാണിത്. തിരക്ക് പിടിച്ചോടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പണ്ടത്തെ കാഴ്ചകൾ അന്യമാണ്. വീടിന്റെ മുറ്റത്ത് ചാണകം മെഴുകി പൂത്തറയുണ്ടാക്കി പൂവിട്ടിരുന്ന കാലം. പച്ചപ്പാർന്ന പാടവും നെൽക്കതിരും, പാടത്തിലൂടെ പൂതേടി അലയുന്ന കുഞ്ഞുകുട്ടികളും. പക്ഷേ ഇന്നിപ്പോൾ നാടൻ പൂക്കളത്തേക്കാൾ ഇറക്കുമതി പൂക്കളാണ് സ്ഥാനം പിടിക്കുന്നത്. പൂതേടിയുള്ള അലച്ചിലില്ല. വളരെ പെട്ടെന്ന് പൂക്കളം തീർക്കാൻ പറ്റും എന്നത് മറ്റൊരു കാര്യം. ഇന്ന് അത്തം. മുറ്റത്ത് പൂക്കളിട്ട് ഓണത്തെ വരവേൽക്കുന്ന ആദ്യ ദിനം. ഇനി വരുന്ന തിരുവോണത്തിലേക്കുള്ള 10 നാളും മുറ്റത്ത് പൂക്കൾ നിറയും. മഴയും മഴക്കെടുതികളുമായി ദുരിതത്തിലാക്കിയ പഞ്ഞക്കർക്കിടകത്തെ മറികടന്ന് പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റു. ആദ്യ അത്തം വീട്ടുമുറ്റത്തെത്തി. എല്ലാവരും ഇന്നേ ദിവസം വരവേൽക്കേണ്ടത് പൂക്കളമിട്ടാണ്. അത്തത്തിന് തുമ്പ, അതാണ് പ്രമാണം. അങ്ങനെ ഓരോ ദിവസവും മുറ്റത്തെത്തേണ്ട പൂക്കൾക്കും ചില സമ്പ്രദായങ്ങളുണ്ട്. 10 ദിനം പൂക്കളമിട്ട് മഹാബലി തമ്പുരാനെ ക്ഷണിക്കുന്നതാണ് മലയാളിയുടെ ഓരോ ഓണനാളും. മഹാബലിക്ക് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം തന്റെ പ്രജകളെ കാണാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള തിരുവോണനാളിലേക്കാണ് കേരളക്കരയുടെ തമ്പുരാന്റെ സ്മരണയ്ക്കെന്നോണം ഓണം ഒരുക്കുന്നതെന്നാണ് ഐതിഹ്യം. ഓണത്തിന്റെ പലതും മലയാളിക്കിന്ന് കൈമോശം വന്നു പോയെങ്കിലും ഓണം ഒരു വികാരം പോലെ അത് ഇന്നും ആഘോഷിക്കപ്പെടുന്നു. ഇത്തരം ഓണദിനങ്ങളെ വീണ്ടെടുക്കുന്നതാകട്ടെ ഈ ഓണക്കാലം. എല്ലാവർക്കും അത്തപ്പൂക്കളം ഒരുക്കാൻ വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് തന്നെ അത്തപ്പൂക്കളത്തിൽ നിന്നുമാണ്. എന്നാൽ യഥാവിധികളോടെ പൂക്കളം ഒരുക്കാനും ഇന്നത്തെ തലമുറ മറന്നുപോയിരിക്കുന്നു. ആദ്യ ദിനം തുമ്പ മാത്രമാണ് അത്തക്കളത്തിൽ എത്തേണ്ടത്. അതായത് മഹാബലിക്ക് ഏറെ പ്രിയപ്പെട്ട പൂവുമായി വേണം അത്തം തുടങ്ങാനെന്ന് സാരം. ന്യൂസ് ഡെസ്ക്.